മറ്റൊരു വാർത്ത നിയമസഭയിൽ നിന്നാണ്. നിയമസഭാ സമ്മേളനം തുടരും. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനാണ് തീരുമാനം. TP വധക്കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയും പ്രതിഷേധം അറിയിക്കാൻ സാധ്യതയുണ്ട്. വിഷ്ണുവാണ് വീണ്ടും ചേരുന്നത്. വിഷ്ണു, നിയമസഭ ഇന്ന് പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ? പ്രത്യേകിച്ച് TP പ്രശ്നം, ഒപ്പം +2 പ്രശ്നം ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. എന്താണ് പ്രതിപക്ഷം, എന്തൊക്കെ ആയുധങ്ങളുമായിട്ടായിരിക്കും പ്രതിപക്ഷം ഇന്ന് സഭയിലെത്തുക? എങ്ങനെ പ്രതിരോധിക്കാനായിരിക്കും സർക്കാരിന്റെ തീരുമാനം? ഫിജി, തീർച്ചയായിട്ടും ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് TP വധവുമായി ബന്ധപ്പെട്ട പ്രതികളെ സർക്കാർ വിട്ടയക്കാനുള്ള നീക്കം തുടരുന്നതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് പ്രതിഷേധത്തിന് ഒരുങ്ങുന്ന പ്രതിപക്ഷം തയ്യാറായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ +1 സീറ്റ് പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇന്ന് +1 പ്രവേശനം ആരംഭിക്കുമ്പോൾ പോലും പലയിടത്തും സീറ്റ് പ്രതിസന്ധിയുണ്ട്. ഇതിനെതിരെ ചോദ്യം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള പ്രധാന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് പ്രതിപക്ഷം സഭയിലെത്തുന്നത്. ഏതായാലും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ധനാഭ്യർത്ഥന മേലുള്ള വിവിധ ബില്ലുകളിൽ ചർച്ചയുണ്ടാകും. ഇത്തരത്തിലാണ് ഇന്ന് മൊത്തത്തിൽ നിയമസഭ തുടരുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണക്കാക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും സഭയിലുണ്ടാകും. ഇന്നും അത് തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണുള്ളത്. ഏതായാലും +1 സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചോദ്യം ഉണ്ടാകാനുള്ള ഒരവസരമുണ്ട്. അതോടൊപ്പം ഈ TP വധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും എല്ലാം ഉയരും. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ സർക്കാർ ഏതായാലും മറുപടി പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് ഒരുങ്ങുക. ഏതായാലും 9 മണിയോടെ സഭ ആരംഭിക്കുമ്പോൾ തന്നെ അതിൽ നിന്നും വ്യക്തമാകും ഏത് തരത്തിലായിരിക്കും ഇന്നത്തെ സഭയിലെ പ്രധാന കാര്യങ്ങൾ നടക്കുന്നതെന്ന്. ഏതായാലും വിവിധ ബില്ലുകളിന്മേൽ ചർച്ച നടക്കുമെങ്കിലും അതിനു മുൻപായി തന്നെ ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങളിൽ തന്നെ സർക്കാർ മറുപടി നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏതായാലും പ്രതിപക്ഷം അത് ആയുധമാക്കി തന്നെയാണ് ഇന്ന് സഭയിലേക്ക് എത്തുക. അത്തരത്തിലുള്ള ഒരു നിയമസഭാ സമ്മേളനം തന്നെയായിരിക്കും ഇന്ന് തുടരുന്നത്. ഫിജി, ശരി വിഷ്ണു.